ഫിസിയോതെറാപ്പിസ്റ്റ് ന്യൂറോ ഡെവലപ്മെൻറ്റൽ കണ്ടീഷൻസിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത്. ന്യൂറോ ഡെവലപ്മെൻറ്റൽ കണ്ടീഷൻസിൽ ഒരു കുട്ടിക്ക് വേണ്ട സ്കിൽസ്, ഇപ്പോൾ ഡിലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എങ്ങനെ അച്ചീവ് ചെയ്യാം, അതേപോലെ തന്നെ കോർഡിനേഷനിൽ എത്രത്തോളം കുട്ടീനെ ബെറ്റർ ആക്കാം, സെൻസറി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെങ്ങനെ റെഗുലേറ്റ് ചെയ്യാം, ഇതാണ് മെയിൻലി ഫിസിയോതെറാപ്പിസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഓട്ടിസ്റ്റിക് കുട്ടികളിൽ സെൻസറി ഇഷ്യൂസ് ഉണ്ടാവും. ഈ സെൻസറി ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഇതിലൊരു റെഗുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആക്കാൻ പറ്റും. സെൻസ് ഓർഗൻസിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്ത് അവർക്ക് ബെറ്റർ ലൈഫ് നീഡ് ചെയ്യാൻ പറ്റും, എങ്ങനെ അതിനെ ഹെൽപ്പ് ചെയ്യാൻ പാരൻസിനെ ഗൈഡ് ചെയ്യാൻ പറ്റും, ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പാരൻ്റൽ കൗൺസിലിങ്ങിലൂടെ നമുക്ക് വീട്ടിൽ കുട്ടികളെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റും. നമ്മളൊരു തെറാപ്പി ഡ്യൂറേഷനിൽ മാത്രമുള്ളതല്ലാതെ കുറച്ചും കൂടെ വീട്ടിലും പാരൻസ് അതുപോലെ കുട്ടികളെ ട്രെയിൻ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഇതിലൂടെ പാരൻസിനും ഒരു ഐഡിയ കിട്ടും. എപ്പോഴും തെറാപ്പിസ്റ്റ് കുട്ടികളുടെ കൂടെ ഉണ്ടാവണമെന്നില്ല, പാരൻസാണ് കൂടുതലും കുട്ടികളുമായിട്ട് മിങ്കിളാവുന്നത്. ഇത്രയും കാര്യത്തിൽ നമുക്ക് കുട്ടീനെ ബെറ്റർ ആക്കുമ്പോഴത്തേക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽസിന് ചേഞ്ചസ് ഉണ്ടാവും. ഇതിലൂടെ ഒരു ബെറ്റർ എൻവയോൺമെൻറ്റ് നമുക്ക് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതിലൂടെ കുട്ടി ബെറ്റർ ലൈഫിലോട്ട് എൻ്റർ ആവും.